ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ വീഡിയോ ആരംഭിക്കുക കേട്ടോ. ഞാൻ അടുക്കളയിലെ ജോലികൾ കുറച്ചൊക്കെ ആയതിന് ശേഷമാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഓർത്തു ഞാനൊന്ന് ടൗണിൽ പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ വീഡിയോസിൽ ഈ കുക്കിംഗ് കാര്യങ്ങൾ മാത്രമാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്നൊരു എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ടൗണിൽ പോകുന്നുണ്ട്, അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള ടൗണിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഈ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ ഇന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിച്ചെന്ന് ആണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഏതാണ്ടൊക്കെ കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് കടലക്കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കടല ഞാൻ വേവിക്കാനൊക്കെ ഓൾറെഡി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചേ. അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് കടല വെന്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതിന് ശേഷം നമുക്ക് കടലക്കറി ഉണ്ടാക്കാമെന്ന് ഒക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എല്ലാം പിന്നെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ചപ്പാത്തിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേവി കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മളതിനകത്ത് കടുക് പൊട്ടിച്ച് നമ്മൾ ഒരു ചെറിയൊരു സവോള നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് പിന്നെ നമ്മുടെ കടല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണം. അപ്പോൾ നമ്മുടെ കടലക്കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഉച്ചയ്ക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു 1:45 കേട്ടോ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു ടി വി വാങ്ങാമെന്ന് പറഞ്ഞാൽ കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ ടി വി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോള് 10th എക്സാമൊക്കെ കഴിയട്ടെ എന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ വാങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ഇന്ന് ടി വി വാങ്ങിയാൽ മതി. അപ്പോൾ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഏതാണോ നമുക്ക് വേണ്ടത് അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്ന് തിരഞ്ഞു പിടിച്ചോ ഒന്നും നടക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. നമ്മൾ വണ്ടിയിൽ പോയാലും നമുക്ക് നന്നായിട്ട് വിയർക്കും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ടൗണിലേക്ക് നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. ഇന്ന ഒരു ബ്രാൻഡിൻ്റെ ടി വി എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് വേറെ ഒന്നും ആലോചിച്ചൊന്നും നിന്നില്ല. പിന്നെ എന്നാലും അവർ ഓരോ ടി വികളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ. എന്നാലും വെറുതെ നമ്മൾ പ്രൈസ് ടാഗൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുടെ ടി വികളുണ്ടായിരുന്നു. പിന്നെ തിരക്കും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സീസണൊന്നും അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്ന സമയത്ത് ടി വി വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ടി വി എല്ലാം അവർ കാണിച്ചു തന്ന പിക്ചറൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് അതിൻ്റെയൊക്കെ ഒരു വില ഒക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ അധികം സമയം നമ്മൾ ടി വി ആ ഒരു സെക്ഷനിലാണ് നമ്മൾ കൂടുതൽ സമയം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ഇത് മാത്രമല്ല, ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, സ്റ്റീൽ ഐറ്റംസ്, അങ്ങനെ അതും എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, അങ്ങനെ നമ്മൾ ഈ കരിമ്പങ്കാട്ടിൽ ആന കയറിയ ഒരു പ്രതീതി പോലെയാണ് നമ്മളിങ്ങനെയുള്ള ഷോപ്പുകളിൽ കയറുമ്പോൾ.
അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാവരും അങ്ങനെ ആയിരിക്കണം. പിന്നെ പെണ്ണുങ്ങളാണല്ലോ. അപ്പോൾ എൻ്റെ ആ ഒരു സൈഡ് അങ്ങ് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ്. ഞാനിങ്ങനെ നമുക്ക് വേണ്ട എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ എല്ലാം നോക്കി അതിൻ്റെ വിലയൊക്കെ നോക്കി വാങ്ങും. പിന്നെ പറ്റുന്നതാണെങ്കിൽ മാത്രം നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ടി വി സെക്ഷനിലൊക്കെ നിന്ന് അങ്ങനെ നമ്മുടെ ടി വി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പാക്ക് ചെയ്യുന്ന നേരത്ത് നമ്മൾ പിന്നെ ഒരു ഓയിൽ ബോട്ടിൽ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ഒന്ന് കവർ ചെയ്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഓയിൽ ബോട്ടിൽ വേണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ പോയപ്പോഴൊന്നും വിചാരിച്ചില്ല ഇത് വാങ്ങണമെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടതുകൊണ്ട് നമ്മളെന്നാൽ ഒന്ന് നോക്കിയേക്കാം നമുക്ക് പറ്റുന്നത് ഉണ്ടോയെന്നൊക്കെ ഓർത്ത് നമ്മൾ ആ ഒരു സെക്ഷനിലേക്കും കൂടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ച ആ ഓയിൽ ബോട്ടിലൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അധികം ഓയിൽ ബോട്ടിലും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ പിന്നെ നമ്മൾക്ക് അത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതല്ലേ, നമുക്ക് 1 ലിറ്ററിൻ്റെയൊക്കെയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് ചെറുതാണ്. അപ്പം അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പ്ലാസ്റ്റിക് ആ ഒരു സുഖം തോന്നിയില്ല. പിന്നെ നമ്മൾ അവിടെ ഒന്ന് ഓടിച്ചെന്ന് എല്ലാം ഒന്ന് ചുറ്റി ഒക്കെ നടന്നപ്പോഴാണ് കേട്ടോ നമ്മൾ പിന്നെ ക്രോക്കറി ഐറ്റംസ് കണ്ടത്. അപ്പോൾ ക്രോക്കറി ഐറ്റംസിൽ നമുക്ക് കപ്പ് അത്യാവശ്യമായിരുന്നു. നമ്മുടെ കപ്പെല്ലാം പൊട്ടി തീർന്നു കേട്ടോ. നമ്മൾ ഡെയിലി നമ്മൾ കപ്പ് ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടി മുട്ടി എല്ലാം പൊട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളെന്നാൽ കപ്പെന്നാൽ നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് ആ സെക്ഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബ്രാൻഡഡ് കപ്പുകളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഒരുപാട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് ഒരു അത്യാവശ്യം ഒരു നല്ല ബ്രാൻഡുള്ള കപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തു. പിന്നെ നമ്മൾ വെറുതെയൊക്കെ നോക്കി അങ്ങനെ കുറേ സമയം അവിടെ നോക്കിയിരുന്നു കേട്ടോ. വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മൾ ഈ കപ്പും നമ്മുടെ ആ ടി വി മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുക കേട്ടോ. അങ്ങനെ നിന്നപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ വാഷിംഗ് മെഷീനൊക്കെ നോക്കി. ഒരുപാട് ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നേരത്തെ മുതൽ നമ്മൾ വീട് വെച്ച സമയം മുതൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളുമായിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചായയും വടയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.